ഞാൻ ഡോക്ടർ ടിഷ. കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് വെയിറ്റ് ലോസിന് എന്താ ചെയ്യാന്നുള്ളത്. സോ ഈ വീഡിയോയിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് 3 മെത്തേഡാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കണ്ണാടി നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് വെയിറ്റ് ഒന്ന് കുറയ്ക്കണം, വയറ് ചാടുന്നുണ്ട്, വണ്ണം വയ്ക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഉടനെ തന്നെ എന്ത് ചെയ്യും? ഗൂഗിൾ ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി പരീക്ഷിക്കുന്നത്. അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വെയിറ്റ് കുറയ്ക്കുന്നവർ ആദ്യം തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം, എത്ര കിലോ ആണ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വെയിറ്റ് നിങ്ങളുടെ ഉള്ള വെയിറ്റിനനുസരിച്ചിട്ട് എത്ര കിലോ ആണ് കുറയ്ക്കേണ്ടത് എന്നുള്ളത് തീർച്ചപ്പെടുത്തി വെക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം വെയിറ്റ് കുറയ്ക്കുന്നവർ തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റെന്തെങ്കിലും രോഗം കൊണ്ടാണോ ഈ വണ്ണം വെച്ച് വരുന്നത് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ തീർച്ചപ്പെടുത്തണം. ഫാറ്റി ലിവർ, PCOD, തൈറോയിഡ്, പ്രമേഹം, കൊളസ്ട്രോൾ ഇവ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ, അതുകൊണ്ടാണോ നിങ്ങൾ ഈ വണ്ണം വയ്ക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കണം ഫസ്റ്റ്. സോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് വണ്ണം വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും റിലേറ്റഡ് ആണ്. ഒരു ആളുടെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ വെയിറ്റ് എത്ര കുറയ്ക്കണം എന്ന് തീരുമാനിക്കണം. നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാകും ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 155 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് എത്ര വെയിറ്റ് വേണം? ഒരു 50ക്കും 56നും ഇടയിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ 52നും 56നും ഇടയിൽ ആ ഒരു വെയിറ്റ് നിന്നാൽ മതി. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിൽ കൂടാനും പാടില്ല, അതിന് കുറയാനും പാടില്ല. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മാസം നിങ്ങൾ എത്ര വെയിറ്റ് കുറയ്ക്കണം അതും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം വെച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഒരു 4 to 7 കിലോഗ്രാം നിങ്ങൾക്ക് ഒരു മാസം കുറയ്ക്കാം. അത് നിങ്ങളുടെ ആരോഗ്യവും കൂടെ നോക്കിയിട്ടാണ് നിങ്ങൾ അത് തീരുമാനിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലൊക്കെ എക്സസൈസ് ചെയ്യുന്നവർ വാമപ്പും സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മസിൽ കയറി പിടുത്തം ഒക്കെ ഒഴിവാക്കാനും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ആ 3 മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. സോ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡയറ്റിനെ അല്ല അവിടെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങൾ കഴിക്കുന്ന ആ ഒരു സമയത്തെയാണ് ക്രമപ്പെടുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 16 hours ഫാസ്റ്റിങ്ങും അതുപോലെ 8 hours നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. സോ അധിക കാലം തന്നെ ഒരുപാട് പേർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റും. കൂടുതൽ മടുപ്പ് വരില്ല. കാര്യം ഡയറ്റ് അവിടെ ഇത് കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. സോ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരാം. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണിക്ക് ആഹാരം കഴിച്ചാൽ നിങ്ങൾക്ക് വൈകിട്ട് 6 മണി വരെ ആഹാരം കഴിക്കാം. ബാക്കി ടൈം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക, വെള്ളമൊക്കെ കുടിക്കുക, ആഹാരം ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് സിമ്പിളാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് എങ്കിലും ഇതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡയറ്റിൻ്റെ ആ ഒരു രീതി എടുക്കുന്നവർക്ക് ഇത് ഫോളോ ചെയ്യാം. സോ 16 hours ഫാസ്റ്റിങ്ങും 8 hours നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഈ ഒരു 8 hourൽ തന്നെ നിങ്ങൾക്ക് 2 പോയിന്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ആ 2 പോയിന്റിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം, ബാക്കിയുള്ള സമയം ലൈറ്റായിട്ട് കഴിക്കാം. സോ ഇതാണ് അതിൻ്റെ മെത്തേഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കീറ്റോ ഡയറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണമുള്ളവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡയറ്റ് ആണ്. വേഗം തന്നെ ആ ഒരു വെയിറ്റ് കൺട്രോൾ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഡയറ്റ് പ്ലാനിനെ കൊണ്ട് സാധിക്കും. ഇവിടെ ഒരു മെക്കാനിസം ഡിഫറെൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം നല്ല രീതിയിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫാറ്റും അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോർമൽ മെക്കാനിസത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമലി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിന് എനർജി തരുന്നത്. ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുകയാണ്, പകരം ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും ആണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ കീറ്റോസിസ് എന്നൊരു മെറ്റബോളിക് അവസ്ഥയിലേക്കാണ് നമ്മുടെ ശരീരം പോകുന്നത്. കീറ്റോൺ ആണ് നമുക്ക് എനർജി തരുന്നത്. അതാണ് ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാം. ഏതൊരു ഡയറ്റും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരവരുടെ ആരോഗ്യം നോക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് ഒക്കെ എടുക്കുന്നത്.
സോ അതനുസരിച്ച് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട്. 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ബോഡി നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു ഡയറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം നല്ല രീതിയിൽ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അരി ആഹാരങ്ങൾ കുറയ്ക്കുക, ബേക്കറി ഐറ്റംസ് കുറയ്ക്കുക, ഷുഗറിൻ്റെ കണ്ടന്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. ബാക്കി നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാം, മുട്ട, മീൻ, ചിക്കൻ ഒക്കെ കഴിക്കാം, ചീര നല്ല രീതിയിൽ കഴിക്കാം, അവകാഡോ കഴിക്കാം, ബദാം അതുപോലെ വാൾനട്ട് കഴിക്കാം. കലോറി കുറഞ്ഞ ഫുഡ് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പും കൂടെ നിങ്ങൾക്ക് തേടാവുന്നതാണ്. സോ ഇതാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ കീറ്റോ ഡയറ്റ് ഒക്കെ വരുന്നതിന് കുറേ കാലം മുന്നേ ആൾക്കാർ ഫോളോ ചെയ്തിരുന്ന ഒരു ഡയറ്റ് മെത്തേഡാണ് ജനറൽ മോട്ടോഴ്സ് ഡയറ്റ് പ്ലാൻ എന്ന് പറയും. ഈ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ വയറിൽ ആ കൊഴുപ്പൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ മെത്തേഡിൽ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. സെക്കൻഡ് ഡേ വെജിറ്റബിൾസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ പൊട്ടറ്റോസ് ഒക്കെ ആ ഒരു കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഡേ വെജിറ്റബിൾസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. തേർഡ് ഡേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഫോർത്ത് ഡേ ബനാന അതുപോലെ കൊഴുപ്പ് കുറഞ്ഞ പാലുമാണ് നിങ്ങൾക്ക് ഫോർത്ത് ഡേ കഴിക്കാൻ പറ്റുന്നത്. ഫിഫ്ത്ത് ഡേ ഫിഷും എഗ്ഗും നിങ്ങൾക്ക് കഴിക്കാം, എഗ് വൈറ്റും ഫിഷും നിങ്ങൾക്ക് കഴിക്കാം. 6th ഡേ ഇതുപോലെ തന്നെ ഫിഷും എഗ് വൈറ്റും ആ ഒരു ചിക്കനും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 7th ഡേയിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് പിന്നെയും കഴിക്കുന്നത്. സോ അതാണ് ആ ഒരു ഡയറ്റ് പ്ലാൻ. വേറെ ഒന്നും ഇവിടെ കഴിക്കുന്നില്ല. ഈ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചിക്കനും മുട്ടയും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ. ഇതൊരു ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ഇതിനൊരു ഡയറ്റ് മെത്തേഡ് ഉണ്ട്. അത് ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് 7 ഡേയ്സിൽ കഴിക്കുന്ന ഒരു മെത്തേഡാണ് GM ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. മറ്റൊരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. ഇത് കുറച്ചും കൂടെ ആരോഗ്യമുള്ളവർക്കും ക്ഷമയുള്ളവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. വെള്ളം കുടിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം വെള്ളം കുടിച്ച് ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു മെത്തേഡാണ്. സോ ഇത്രയുമാണ് ആ മെയിനായിട്ട് ഡയറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിലൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ രീതി ഫോളോ ചെയ്യാം. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മറ്റു രീതിയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കണം അവരവരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കാവുന്നതാണ്. സോ ഇതാണ് വെയിറ്റ് ലോസിന് അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ ആൾക്കാരുടെയും ശരീരപ്രകൃതിയും ആരോഗ്യം ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ വണ്ണം കുറയ്ക്കേണ്ടത്. മറ്റൊരു കാര്യം ഇതുപോലെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേഗം തന്നെ വെയിറ്റ് കുറച്ച് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ആ ഒരു ഹൈറ്റിന് ആവശ്യമുള്ള വെയിറ്റിലും ഒരുപാട് താഴെ പോകരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്